ഓക്കെ, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഒരു പ്ലെയിൻ ഷീറ്റ് ആയിരുന്നു. രണ്ട് പ്ലെയിൻ ഷീറ്റ് ഇങ്ങനെ പാരലാക്കി വെച്ചിരിക്കുന്നു. രണ്ട് പ്ലെയിൻ ഷീറ്റ് ഇങ്ങനെ പാരലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് പ്ലെയിൻ ഷീറ്റ്സ് പാരലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ട് പ്ലെയിൻ ഷീറ്റ് പാരലാക്കി വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്താൻ പോവാം. ഈ രണ്ട് പ്ലെയിൻ ഷീറ്റ് പാരലാക്കി വെക്കുമ്പോൾ അവിടെ മൂന്ന് റീജിയൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ദാ ഇവിടെ ഇത് ഒരു റീജിയൻ ആണ്. ഇനി ഇൻ ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഇതൊരു റീജിയൻ ആണ്. അതുപോലെ ഇവിടെ ഒരു റീജിയൻ ഉണ്ട്. അങ്ങനെ മൂന്ന് റീജിയൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. രണ്ട് പ്ലേറ്റ്സ് പാരലാക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് റീജിയൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതൊരു റീജിയൻ ആണ്, ഇത് രണ്ടാമത്തെ റീജിയൻ ആണ്, ഇത് മൂന്നാമത്തെ റീജിയൻ ആണ്. അങ്ങനെ മൂന്ന് റീജിയൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ മൂന്ന് റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടെത്തും. ഒരു റീജിയനിലെ മാത്രമല്ല, മൂന്ന് റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടും പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്ത് വെച്ചോണം, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് അകന്നു പോകുന്ന കണക്കായിരിക്കണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിന് അടുത്തേക്ക് വരുന്ന കണക്ക് വേണം ഡയറക്ഷൻ വരയ്ക്കാനായിട്ട്. സോ ഞാൻ ആദ്യം രണ്ട് പ്ലെയിൻ ഷീറ്റ് വരയ്ക്കുകയാണ്. പാരലാക്കി വെച്ച് ഞാൻ ഇപ്പൊ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ അത് രീതിയിൽ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചരിച്ച് വരയ്ക്കുകയാണ്. ഇത് ഒരു പ്ലെയിൻ ഷീറ്റ്, അതിന് പാരലായിട്ട് വീണ്ടും ഒരു പ്ലെയിൻ ഷീറ്റ്. രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് പറഞ്ഞത്. രണ്ടും പോസിറ്റീവ് ചാർജ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്. മൂന്ന് റീജിയൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേക്കും മൂന്ന് റീജിയൻ. ദിസ് ഇസ് റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. ഇനി ഇതിന്റെ ഇത് എ എന്ന് പറയുന്ന പ്ലേറ്റ്, ഇതിന്റെ എ എന്ന് പറയുന്ന പ്ലേറ്റ്, ഇത് ബി എന്ന് പറയുന്ന പ്ലേറ്റ്. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എ, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി. ദിസ് ഈസ് പ്ലേറ്റ് എ ആൻഡ് ദിസ് ഈസ് പ്ലേറ്റ് ബി. ഇത് സിഗ്മ എ, സിഗ്മ ബി. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. പ്ലെയിൻ ഷീറ്റിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ E is equal to sigma by 2 epsilon 0 ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. പിന്നെ അതിനൊക്കെ നമുക്ക് വേറൊരു കൺസെപ്റ്റ്, നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് നമുക്കറിയാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരയ്ക്കുമ്പോൾ എക്സ് വൈ ആക്സിസ് ഇതിന് പോസിറ്റീവ് എക്സ് ആക്സിസും ഉണ്ട്, നെഗറ്റീവ് എക്സ് ആക്സിസും ഉണ്ട്. പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്, നെഗറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്. വലത്തേക്കാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇടത്തേക്കാണ്. സോ പോസിറ്റീവ് ഇത് ഈ ഡയറക്ഷൻ വലത്തേക്കാണ് ആരോ മാർക്ക് കൊടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇടത്തേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് ഓർത്തോണം. ഇടത്തേക്കുള്ളതിനെല്ലാം നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കും, വലത്തേക്കുള്ളതിനെ പോസിറ്റീവ് ആക്കി എടുക്കും. നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, ആദ്യം നമുക്ക് റീജിയൻ 1ലെ കാര്യം നോക്കാം. റീജിയൻ 1 ആണ് നമ്മൾ പറയുന്നത്. റീജിയൻ 1 ആണ്. അപ്പൊ റീജിയൻ 1ല് ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. റീജിയൻ 1ലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എ എന്ന പ്ലേറ്റ് കാരണമുണ്ട്, ബി എന്ന പ്ലേറ്റ് കാരണമുണ്ട്. രണ്ട് പ്ലേറ്റ് കാരണമുണ്ട്. എ എന്ന പ്ലേറ്റ് കാരണം മാത്രമല്ല ഇവിടുത്തെ ഇന്റൻസിറ്റി. എ എന്ന പ്ലേറ്റ് കാരണം ഒരു ഇന്റൻസിറ്റി ഉണ്ട്, ബി എന്ന പ്ലേറ്റ് കാരണം ഒരു ഇന്റൻസിറ്റി ഉണ്ട്. രണ്ടിന്റെ ഡയറക്ഷൻ വരയ്ക്കാം. ആദ്യം എ എന്ന പ്ലേറ്റ് കാരണമുള്ള ഇന്റൻസിറ്റി ആരമാർക്ക് എങ്ങോട്ട് കൊടുക്കണം? പോസിറ്റീവ് ചാർജ് അല്ലേ. സോ അകന്നു പോകുന്ന ആൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ. ഇനി ഇതേ റീജിയനിൽ തന്നെ ബി കാരണമുള്ള ഇന്റൻസിറ്റി, ബിയും പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് അകന്ന് പോകുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് EB. ഇവിടെ ഇങ്ങോട്ടുണ്ട്, ഞാൻ അത് വരയ്ക്കാത്തതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ബി. റീജിയൻ 1ൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ മാർക്ക് ചെയ്തത്? ഇത് എ എന്ന് പറയുന്ന പ്ലേറ്റ് അവിടെ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്ന് അകന്ന്, സോ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. സോ അകന്ന് വരുന്നു. ഈ റീജിയനിൽ മാത്രം സോൾഡ് ആയിട്ട് വരച്ചാൽ മതി. സോ ദിസ് ഈസ് EB. ഓക്കെ, അപ്പൊ റീജിയൻ 1ൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി രണ്ട് ആളുകളും ഇയും ഇബിയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ റീജിയൻ 1ലെ കാര്യം നമുക്ക് എഴുതാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to EA plus
ഇ ബി. ഇ എ പ്ലസ് ഇ ബി. പക്ഷെ ഇത് രണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലേ കൊടുത്തേക്കുന്നത്. രണ്ടും ഇത് നെഗറ്റീവ് ആണ്, അത് പോസിറ്റീവ് ആണ്. സോ ഇത് രണ്ടും ഇടത്തേക്കാണ്, നെഗറ്റീവ് ആണ്. സോ മൈനസ് ഇ എ മൈനസ് ഇ ബി, മൈനസ് ഇ എ പ്ലസ് മൈനസ് ഇ ബി. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഇസ് ഈക്വൽ ടു ഇയുടെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ ഇ എ എന്ന് പറയുമ്പോൾ സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0, മൈനസ് സൈൻ മറക്കരുത്, പ്ലസ് മൈനസ് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. കോമൺ ആയിട്ടുള്ള ആളുകളേക്കും പുറത്തെടുക്കാം. ഇ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ രണ്ടെടുത്തുകൊണ്ട് 2 എപ്സിലോൺ 0 രണ്ടെടുത്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ മൈനസ് 1 ബൈ 2 എപ്സിലോൺ 0 പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? സിഗ്മ എ പ്ലസ് മൈനസ് പോയി സിഗ്മ ബി. സോ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തിയപ്പോൾ മൈനസ് 1 ബൈ 2 എപ്സിലോൺ 0 സിഗ്മ എ പ്ലസ് സിഗ്മ ബി. നമുക്ക് അതിനൊക്കെ റീജിയൻ 2 നോക്കാം. റീജിയൻ 2 ആദ്യം അതെല്ലാം മാർക്ക് ചെയ്യണം. റീജിയൻ 2 പോസിറ്റീവ്സ് ആദ്യം എ കാരണം ഇന്റൻസിറ്റി ഉണ്ട്, ബി കാരണം ഇന്റൻസിറ്റി ഉണ്ട്. നമ്മൾ അത് രണ്ടും കാണിക്കും. എ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജിന് അകന്നു പോകുന്നതൊക്കെ വേണം കാണിക്കാൻ. സോ ദിസ് ഈസ് ഇ എ, അകന്നു പോകുന്നതൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതും പോസിറ്റീവ് ചാർജ് ആണ്, സോ അവിടെ അകന്നു പോകുന്നതൊക്കെ വേണം കാണിക്കാൻ. സോ ദിസ് ഈസ് ഇ ബി. EA, EB. So total electric field intensity E is equal to EA positive direction ആണ്. So അത് നമുക്ക് എഴുതാം EA plus EB negative direction ആണ്. So minus EB. അങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം E is equal to EA plus minus minus ആവും. So EA minus EB. ഇനി ഓരോന്നിന്റെ വാല്യൂ എടുക്കാം. E is equal to E എന്ന് പറയുമ്പോൾ സിഗ്മ A by 2 epsilon 0 minus സിഗ്മ B by 2 epsilon 0. കോമൺ ആയിട്ടുള്ളത് 1 by 2 epsilon 0. കോമൺ ആയിട്ട് എടുത്തു 1 by 2 epsilon 0 സിഗ്മ A minus സിഗ്മ B. ഇനി നമുക്ക് റീജിയൻ 3 കൂടെ നോക്കാം. റീജിയൻ 3. ഇപ്പൊ റീജിയൻ 3യുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. പോസിറ്റീവ് ചാർജ് എ എന്ന് പറയുന്ന പ്ലേറ്റ് കാരണം ഇന്റൻസിറ്റി ഉണ്ട്, ബി എന്ന് പറയുന്ന പ്ലേറ്റ് കാരണം ഇന്റൻസിറ്റി ഉണ്ട്. എ എന്ന് പറയുന്ന പ്ലേറ്റ് കാരണമുള്ള ഇന്റൻസിറ്റി നമുക്ക് ആ ഡയറക്ഷനിലേക്ക് വരച്ച് കാണിക്കാം. അകന്നു പോകുന്നതായിട്ടാണ് ഡയറക്ഷൻ. സോ ഈ എ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ. ബി പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്, സോ അകന്നു പോകുന്നതായിട്ടാണ് ഡയറക്ഷൻ കാണിക്കേണ്ടത് ഈ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആഡ് ചെയ്ത് നോക്കാം. E is equal to EA പോസിറ്റീവ് സൈൻ ആണ്, പ്ലസ് EB യും പോസിറ്റീവ് സൈൻ, രണ്ടും ഒരേ ഡയറക്ഷൻ. ഇത് രണ്ടും നെഗറ്റീവ് ഡയറക്ഷൻ, ഇതൊന്ന് പോസിറ്റീവ് ഇത് നെഗറ്റീവ്, ഇത് രണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ. സോ E is equal to സിഗ്മ A by 2 epsilon 0 plus സിഗ്മ B by 2 epsilon 0. E is equal to 1 by 2 epsilon 0 പുറത്തെടുത്തു കഴിഞ്ഞാൽ സിഗ്മ A പ്ലസ് സിഗ്മ B. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി -1 by 2 epsilon 0 സിഗ്മ A പ്ലസ് സിഗ്മ B. റീജിയൻ 2 ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണെങ്കിൽ 1 by 2 epsilon 0 സിഗ്മ A മൈനസ് സിഗ്മ B. റീജിയൻ 3ല് 1 by 2 epsilon 0 സിഗ്മ A പ്ലസ് സിഗ്മ B. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ആ സ്പെഷ്യൽ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നത്, സ്പെഷ്യൽ കേസിനകത്ത് പറയുന്നത് ഈ സിഗ്മ എയും സിഗ്മ ബിയും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ സ്പെഷ്യൽ കേസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരിടത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എ ആണ്, രണ്ടാമത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി ആണ്. സ്പെഷ്യൽ കേസ് എന്താ പറയുന്നത്? സ്പെഷ്യൽ കേസ് പറയുന്നത്, സ്പെഷ്യൽ കേസ് ഇതാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എ ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഇസ് ഈക്വൽ ടു സിഗ്മ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എഴുതുമ്പോൾ E is equal to -1 by 2 epsilon 0. സ്പെഷ്യൽ കേസ് ആണ്. 1 by 2 epsilon 0 സിഗ്മ എക്ക് വരും സിഗ്മ എടുക്കാം പ്ലസ് സിഗ്മ. സിഗ്മ പ്ലസ് സിഗ്മ എന്താ? 2 സിഗ്മ. സോ E is equal to, ഇവിടെ 2 സിഗ്മ ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ക്യാൻസൽ ആയി പോകും. ഇതൊരു മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0.
minus sigma by epsilon 0. ഇവിടെ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി E is equal to 1 by 2 epsilon 0. സിഗ്മയ്ക്ക് പകരം സിഗ്മ എക്ക് പകരം സിഗ്മ മൈനസ് സിഗ്മ. സിഗ്മ മൈനസ് സിഗ്മ 0 ആണ്. സോ E is equal to വരും 0 ആയിട്ട് വരും. ഈ കേസിൽ എന്ത് വരും? E is equal to 1 by 2 epsilon 0. സിഗ്മ എക്ക് പകരം സിഗ്മ, സിഗ്മ ബിക്ക് പകരം സിഗ്മ. സിഗ്മ പ്ലസ് സിഗ്മ 2 സിഗ്മ, 2 2 ക്യാൻസൽ ആയി പോകും. E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. ഇപ്പൊ സ്പെഷ്യൽ കേസ് ഇതാണ്. രണ്ടിടത്തെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി സിഗ്മ ബൈ എപ്സിലോൺ 0, ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണെങ്കിൽ 0 ആയി വരും. സോ ഇതാണ് electric field intensity due to two thin infinite plane sheet of positive charge. രണ്ടും പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷീറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവും അടുത്ത ഷീറ്റ് നെഗറ്റീവും ആണ് വിചാരിക്കുക. ഒരു ഷീറ്റ് പോസിറ്റീവ് ആണ്, അടുത്ത ഷീറ്റ് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇതൊക്കെ വായിക്കാൻ പോവാണേ. ഇത് നിങ്ങളുടെ നോട്ടിനകത്തുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സ്പെഷ്യൽ കേസ് ഒക്കെ ഓർമ്മ വേണേ. നമ്മൾ ഒരു ഷീറ്റിനെ പോസിറ്റീവ് ആക്കി വെക്കാൻ പോവാണ്. അടുത്ത ഷീറ്റ്, ഈ ഷീറ്റിനെ ഞാൻ മാറ്റുവാണേ. ഈ ഷീറ്റ് നെഗറ്റീവ് എന്നിരിക്കട്ടെ. ഇതെല്ലാം മാറേ, ഇതെല്ലാം മാറ്റാം. അതൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയൊക്കെ ആവും. ഓക്കെ, ഈ ഷീറ്റ് നെഗറ്റീവ് എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോ ആദ്യം നേരത്തെ പറഞ്ഞാൽ പിന്നെ 3 റീജിയൻ ഉണ്ട്. ആദ്യം റീജിയൻ 1ലെ കാര്യം എഴുതാം, റീജിയൻ 1. പിന്നെ നമ്മൾ റീജിയൻ 2ലെ കാര്യം പറയും. പിന്നെ നമ്മൾ റീജിയൻ 3ലെ കാര്യം പറയും. ആദ്യം ഡയറക്ഷൻ ഒക്കെ മാർക്ക് ചെയ്യാം. റീജിയൻ 1ല് എ എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റ് തന്നെ. സോ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ അകന്നു പോകുന്നവർക്ക് ഈ എ. ഇനി ഈ ബി നെഗറ്റീവ് ചാർജ് പ്ലേറ്റാ. അപ്പൊ നെഗറ്റീവ് ചാർജിന് അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കണം. അടുത്തേക്ക് വരുന്നതായിട്ടാണ് ആരോ മാർക്ക് കൊടുക്കുക. നമ്മൾ റീജിയൻ 1ലെ കാര്യം മാത്രം പറഞ്ഞാൽ സോ ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് ഇ ബി. നെഗറ്റീവ് ആയിട്ട് അങ്ങോട്ട് പോകുന്നവർക്ക് വേണം കാണിക്കാൻ. ഇനി നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ബ്ലാക്ക്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഇത് നെഗറ്റീവ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ഓർമ്മ ഉണ്ടല്ലോ. ഇത് നെഗറ്റീവ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ. സോ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? മൈനസ് ഇ എ പ്ലസ് ഇ ബി. അല്ലെങ്കിൽ ഇത് തിരിച്ചെഴുതാം, ഇ ഇസ് ഈക്വൽ ടു ഇ ബി മൈനസ് ഇ എ. ഇനി ഓരോന്നിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓരോന്നിന്റെ വാല്യൂ ഇ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ ഈ ബി എന്ന് പറയുമ്പോൾ സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0 മൈനസ് ഈ എ എന്ന് പറയുമ്പോൾ സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0. ആരെ കോമൺ ആയിട്ട് എടുക്കാം? 1 ബൈ 2 എപ്സിലോൺ 0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ബി മൈനസ് സിഗ്മ എ. 1 ബൈ 2 എപ്സിലോൺ 0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ബി മൈനസ് സിഗ്മ എ. റീജിയൻ 2ൽ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. റീജിയൻ 2ൽ ആദ്യം പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആയ എ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ. ഇത് നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കണം. സോ ദിസ് ഈസ് ഇ ബി. രണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്, പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി. രണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. സോ ഇ ഈസ് ഈക്വൽ ടു എക്ക് പകരം സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് ഈ ബിക്ക് വരാം സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. ഈ ഈസ് ഈക്വൽ ആരെ നമുക്ക് കോമൺ എടുക്കാം? 1 ബൈ 2 എപ്സിലോൺ 0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ എ പ്ലസ് സിഗ്മ ബി. അപ്പൊ അവിടെ കിട്ടി 1 ബൈ 2 എപ്സിലോൺ 0 സിഗ്മ എ പ്ലസ് സിഗ്മ ബി. നമുക്ക് റീജിയൻ 3 കൂടെ മാർക്ക് ചെയ്യാം. ആദ്യം ഇവിടുത്തെ എ എന്ന് പറയുന്ന പ്ലേറ്റ് കാരണം പോസിറ്റീവ് പ്ലേറ്റ് അവിടെ അകന്നു പോകുന്നതായിട്ടാണ് ഡയറക്ഷൻ കാണിക്കേണ്ടത്. സോ ദിസ് ഈസ് ഇ എ. നെഗറ്റീവ് പ്ലേറ്റ് അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഡയറക്ഷൻ കാണിക്കേണ്ടത്. സോ ദിസ് ഈസ് ഇ ബി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to
ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഈ എ ഇത് നെഗറ്റീവ് ഡയറക്ഷൻ മൈനസ് ഇ ബി, ഇ എ മൈനസ് ഇ ബി. ഇപ്പൊ എന്തെഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു ഈ എ എന്ന് പറഞ്ഞാൽ സിഗ്മ എ ബൈ 2 എപ്സിലോൺ 0 മൈനസ് സിഗ്മ ബി ബൈ 2 എപ്സിലോൺ 0. ആരെ കോമൺ ആയിട്ട് എടുക്കാൻ സാധിക്കും? ഈസ് ഈക്വൽ ടു 1 ബൈ 2 എപ്സിലോൺ 0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ എ മൈനസ് സിഗ്മ ബി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക്, സോ അപ്പൊ ഇവിടെ 1 ബൈ 2 എപ്സിലോൺ 0 സിഗ്മ ബി മൈനസ് സിഗ്മ എ, ഇവിടെ 1 ബൈ 2 എപ്സിലോൺ 0 സിഗ്മ എ പ്ലസ് സിഗ്മ ബി, ഇവിടെ 1 ബൈ 2 എപ്സിലോൺ 0 സിഗ്മ എ മൈനസ് സിഗ്മ ബി. ഇനി നമുക്ക് സ്പെഷ്യൽ കേസ് അപ്ലൈ ചെയ്ത് നോക്കാം. സ്പെഷ്യൽ കേസ് എന്താ പറയുന്നത്? സ്പെഷ്യൽ കേസ് പറയുന്നത് രണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റിയും സെയിം ആണ്. സ്പെഷ്യൽ കേസ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ E is equal to 1 by 2 epsilon 0 സിഗ്മ ബിയും സിഗ്മ എയും സിഗ്മ ആണ് പറയുന്നത്. സിഗ്മ മൈനസ് സിഗ്മ എന്ത് വരും? 0. അങ്ങനെയാണെങ്കിൽ E is equal to എന്ത് വരും? 0 എന്ന് വരും. സോ രണ്ടാമത്തെ കേസിൽ E is equal to 1 by 2 epsilon 0 സിഗ്മ എക്ക് വരും സിഗ്മ കൊടുക്കാം, സിഗ്മ ബിക്ക് വരും സിഗ്മ കൊടുക്കാം. സോ സിഗ്മ പ്ലസ് സിഗ്മ, സിഗ്മ പ്ലസ് സിഗ്മ ഈസ് 2 സിഗ്മ, 2 2 കട്ട് ചെയ്ത് പോകും. E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. മൂന്നാമത്തെ കേസ് E is equal to 1 by 2 epsilon 0 സിഗ്മ എക്ക് വരും സിഗ്മ മൈനസ് സിഗ്മ, സിഗ്മ മൈനസ് സിഗ്മ 0 ആണ്. സോ E is equal to 1 by 2 epsilon 0 into 0 is equal to 0. സോ ഇവിടെ ഈ രണ്ട് പുറത്തുള്ള രണ്ട് സർഫസിലും രണ്ട് റീജിയനിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ഉണ്ടെങ്കിൽ നടുക്ക് മാത്രം സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. റീജിയൻ 2 ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത്. അത് കപ്പാസിറ്റർ എന്ന പേരിൽ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0. കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് പോസിറ്റീവും അടുത്ത പ്ലേറ്റ് നെഗറ്റീവുമാണ്. രണ്ടും ഒരേ സർഫസ് ചാർജ് ഡെൻസിറ്റി ആകുന്നു. സിഗ്മ എയും സിഗ്മ ബിയും ഒരേ സർഫസ് ചാർജ് ഡെൻസിറ്റി, രണ്ടിടത്തെയും സർഫസ് ചാർജ് ഡെൻസിറ്റികൾ സെയിം ആകുന്നു. ഒരു ചാർജ് പോസിറ്റീവും ഒരു ചാർജ് നെഗറ്റീവും. സർഫസ് ചാർജ് ഡെൻസിറ്റികൾ സെയിം ആണ്, പക്ഷെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അത് കപ്പാസിറ്റർ ആണ്. അങ്ങനെ കപ്പാസിറ്റർ ആകുമ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. അത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സ്. കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുക, അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കും. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സ് എന്ന് നമ്മൾ പറയാൻ കാരണം ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ പാരലൽ ഷീറ്റ് ഒന്ന് പോസിറ്റീവും അടുത്തത് നെഗറ്റീവും ആയിരുന്നു. അതുപോലെ തന്നെ ഓർക്കണം, രണ്ടിടത്തെയും സർഫസ് ചാർജ് ഡെൻസിറ്റികളും സെയിം ആണ്. ഇത് കപ്പാസിറ്ററിന്റെ കേസ് ആണ്. സോ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സിഗ്മ ബൈ എപ്സിലോൺ 0.